അപ്പോൾ തന്നെ ആ മരം ഒരു കല്ലായി മാറി. ഇത് കണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും പേടിച്ചു. കാക്ക സിംഹത്തിനോട് പറഞ്ഞു, എന്നോട് ക്ഷമ ചോദിച്ചോളൂ മഹാരാജാവേ, അല്ലെങ്കിൽ നിങ്ങളെ ഞാനൊരു കല്ലാക്കി മാറ്റും. സിംഹം ഒരുപാട് നേരം ആലോചിച്ചതിനു ശേഷം കലുവക്കാക്കയോട് പറഞ്ഞു, എന്ന് വെച്ചാൽ നീ എന്നെയും എല്ലാ മൃഗങ്ങളെയും കല്ലാക്കി മാറ്റുമല്ലേ? പക്ഷേ നീ ഒരു കാര്യം ചിന്തിച്ചില്ല. നീ എങ്ങനെ ഭക്ഷണം കഴിക്കും? നീ വിശന്ന് തന്നെ ചാകും. എന്ന് വെച്ചാൽ? സിംഹം ഒരു ആപ്പിൾ എടുത്ത് മുൻപിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നീ ഈ ആപ്പിൾ ഒന്ന് തിന്നു നോക്ക്. കാക്ക തന്റെ ചുണ്ടുകൊണ്ട് എപ്പോൾ ആപ്പിളിൽ കൊത്തിയോ അത് കല്ലായി മാറി. ഇത് കണ്ടതും കാക്ക പേടിച്ചു വിറച്ചു. സിംഹം ദേഷ്യത്തോടെ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നീ നടന്ന കാര്യം പറ. ഈ ശാപം നീ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കലുവക്കാക്ക കരഞ്ഞുകൊണ്ട് തന്റെ കഥയെല്ലാം സിംഹത്തിനോട് പറഞ്ഞു. എനിക്ക് തോന്നിയത് ഇതൊരു വരദാനമാണെന്നാണ്. നീ ഇങ്ങനെയും ചിന്തിച്ചു എന്നെ കല്ലാക്കി മാറ്റി എനിക്ക് പകരക്കാരനാകാൻ? കലുവക്കാക്ക ഏങ്ങി ഏങ്ങി കരഞ്ഞു. എന്നോട് ക്ഷമിക്കൂ രാജാവേ, ഞാൻ സത്യം ചെയ്തു തരാം. ഇന്നു മുതൽ ഒരു മൃഗങ്ങളെയും ഞാൻ ബുദ്ധിമുട്ടിലാക്കില്ല. പക്ഷേ ഈ ശാപം എന്നിൽ നിന്നും പെട്ടെന്ന് മാറ്റണം. അപ്പോൾ അവിടെ അതേ ഗുരു ജ്വലിക്കുന്ന പ്രകാശത്തോടെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ ഒരു വികൃതിയാണെന്ന്. നീ ഇവിടെ ഉറപ്പായും വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിരുന്നു, ഇനി നീ കാരണം കാട്ടിലെ ഒരു ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ട് വരരുത് എന്ന്. എനിക്ക് ഈ ശാപം മാറ്റാൻ അറിയാം. പറയുന്നത് കേൾക്ക്. നീ നിന്റെ ചുണ്ടുകൊണ്ട് നിന്റെ ശരീരത്തിൽ തന്നെ കൊത്തണം. നീ ഒരു കല്ലായി മാറും. നിന്റെ മനസ്സിലുള്ള എല്ലാ കള്ളത്തരങ്ങളും മാഞ്ഞു പോകുമ്പോൾ നിനക്കപ്പോൾ തന്നെ എല്ലാം ശരിയാകും. ഇത്രയും പറഞ്ഞ് ഗുരു അവിടെ നിന്നും മാഞ്ഞു. കലുവക്കാക്ക തന്റെ ചുണ്ടുകൊണ്ട് സ്വന്തം ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അവനും കല്ലായി മാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ കലുവക്കാക്ക തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി സിംഹത്തിനോട് പറഞ്ഞു, രാജാവേ, ഇനി മുതൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല. ശരി കൽവക്കാക്കെ, എനിക്ക് ഇപ്പോൾ നിന്നെ വിശ്വാസം വരുന്നുണ്ട്. അതിനുശേഷം കലുവക്കാക്ക നല്ലവനായി മാറി.